ഹായ്, വിശ്വസിച്ചാൽ മാത്രം പോരാ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അത് വളരെ പ്രധാനമായിട്ടും ചെയ്യാനുള്ള കാരണം ആളുകൾക്ക് ഇപ്പോൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും മറ്റ് പ്രാർത്ഥനയുടെ അവസരങ്ങളിലൊക്കെ ഒന്ന് ഉറക്കെ പ്രാർത്ഥിക്കാനും പ്രാർത്ഥനകൾ ചൊല്ലാനും യേശുനാമം പറഞ്ഞ് സ്തുതിക്കാനും ഒക്കെ ഭയങ്കര മടി ഫീൽ ചെയ്യുന്നു. അവരുടെ അധരങ്ങളിങ്ങനെ കെട്ടപ്പെട്ടിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ദൈവത്തെ ഏറ്റു പറയണം. യേശുനാമം, ദൈവനാമം ഏറ്റു പറയണം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കാനാണ് ആ ഒരു വീഡിയോ ചെയ്തത്. മത്തായി 10:32 പറയുന്നുണ്ട്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏകമധ്യസ്ഥനായ നമ്മുടെ ഈശോ ഏറ്റെടുത്ത് പിതാവിന് സമർപ്പിച്ച് നമുക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മൾ ഈശോയെ ഏറ്റുപറയുന്നവരായിട്ട്, രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറയുന്നവരായിട്ട് മാറണം. അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുക എന്നതിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. യേശുവിനാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ മേൽ സകലത്തിൻ്റെയും അധികാരമുള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കണം. എല്ലാ അധികാരവും യേശുവിന് നൽകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യത്തിൻ്റെയും മേൽ അധികാരം, നമുക്ക് രോഗമുണ്ടെങ്കിൽ, കടബാധ്യതയുണ്ടെങ്കിൽ, കുടുംബ തകർച്ചയുണ്ടെങ്കിൽ, അതുപോലെ പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളില്ലാത്ത വിഷമങ്ങളുണ്ടെങ്കിൽ, എല്ലാറ്റിൻ്റെയും മേൽ അധികാരം നമ്മുടെ ഈശോയ്ക്കുണ്ട്. അപ്പോൾ ഈ അധികാരം ഈശോയ്ക്കുണ്ടെന്നുള്ള വിശ്വാസത്തോടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫേവർ ചെയ്ത് പ്രവർത്തിക്കാൻ എൻ്റെ കർത്താവിന് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ ഉയരണം. വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ ഉയർന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, യേശുനാമം, ദൈവനാമം നമ്മൾ ശക്തമായിട്ട് ഏറ്റുപറയണം. പ്രാർത്ഥനകളും കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ദൈവനാമം ശക്തമായി നമ്മൾ